ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും എം ഫാക്ടർ നിർണായകമാകും. എം ഫാക്ടർ എന്നാൽ മഹിളാ ഫാക്ടർ. ദേശീയ രാഷ്ട്രീയത്തിൽ എക്കാലത്തും ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ബീഹാറിൽ സ്ത്രീകൾക്കായി നിതീഷ് സർക്കാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജനയാണ് ചർച്ചാ വിഷയം. ഇതിന് ബദലായി RJDയും പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. EBC വോട്ടുകളിലെ ഷിഫ്റ്റും ബീഹാർ ഫലത്തെ സ്വാധീനിക്കും എന്ന് ഉറപ്പാണ്. ലോക്സഭയിലേക്ക് 40 എംപിമാരെ ബീഹാർ അയക്കുന്നു. നിയമസഭയിലേക്ക് 243 അംഗങ്ങളെയും. ലോക്സഭയിലേക്ക് ഉത്തർപ്രദേശ് BJP നിരാശപ്പെടുത്തിയപ്പോൾ JDU, LJP, HAM എംപിമാരും TDPയുമാണ് NDA ഭരണത്തെ ഡൽഹിയിൽ താങ്ങി നിർത്തിയത്. അതുകൊണ്ട് ബീഹാറിൽ നിതീഷിന് തിരിച്ചടി ഉണ്ടായാൽ കേന്ദ്രത്തെ കൂടി അത് കുലുക്കും. ജാതി സമുദായ അന്തർലീന രാഷ്ട്രീയത്തിനൊപ്പം സ്ത്രീ വോട്ടർമാരുടെ നിലപാട് നിർണായകമെന്ന അഭിപ്രായം രാഷ്ട്രീയക്കാരനായി മാറിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിനുണ്ട്. ക്ഷേമ പദ്ധതികളുടെ വിഹിതം കൃത്യമായ വീടുകളിൽ എത്തിയോ എന്ന സോഷ്യൽ ഓഡിറ്റ് ബീഹാർ ഫലത്തിൽ ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നു. 2026 ബംഗാൾ, അസം തെരഞ്ഞെടുപ്പുകളെയും ബീഹാർ വിധി സ്വാധീനിച്ചേക്കും. 20 വർഷത്തെ മുന്നണികൾ മാറി മാറിയുള്ള ഭരണം, MLA-മാർക്കെതിരായ ജനരോഷം, നിതീഷിന്റെ ആരോഗ്യനില ഇവ JDUവിന് തിരിച്ചടിയാകുമ്പോൾ ഇതിനെ അതിജീവിക്കാൻ എം ഫാക്ടറിലാണ് അവർക്ക് പ്രതീക്ഷ. MMRY എന്ന മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജനയാണ് ഇതിൽ പ്രധാനം. ഓരോ കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് സംരംഭം ആരംഭിക്കാൻ ആദ്യം 10,000 രൂപയും പിന്നീട് 2 ലക്ഷം രൂപ വരെ അധിക സഹായവും നൽകും. പ്രധാനമന്ത്രി തുടക്കം കുറിച്ച ഈ പദ്ധതിയുടെ ആദ്യ ഗഡുവായ 10,000 രൂപ 75 ലക്ഷം വനിതാ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് BJPക്ക് നേട്ടമാകും. തീവ്ര പിന്നാക്ക സമുദായങ്ങളായ EBC വോട്ടുകളും നിർണായകമാകും. വടക്കേ ഇന്ത്യയിലെ സമീപകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ 2 ഘടകങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ലാഡ്ലി ബഹന യോജന, മഹാരാഷ്ട്രയിലെ ലഡ്കി ബഹൻ യോജന എന്നിവ 2 സംസ്ഥാനത്തും BJP സഖ്യത്തിന് ഗുണമായി. ദരിദ്ര സ്ത്രീകൾക്ക് മാസം 2,500 രൂപ നൽകുന്ന ബഹിൻ മാൻ യോജന പദ്ധതി RJDയുടെ തേജസ്വി യാദവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. MMRY പദ്ധതി ഗെയിം ചേഞ്ചർ ആകുമോ എന്നാണ് ഇനി ബീഹാർ തെളിയിക്കാൻ പോകുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.